ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള സർക്കാർ സ്ഥാപനങ്ങളിൽ വന്നിട്ടുള്ള താൽക്കാലിക ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നിൻ്റെയും കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം കണ്ണൂർ ജില്ലയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം. ഇത് കണ്ണൂർ ജില്ലയിലെ സർക്കാർ സ്ഥാപനത്തിൽ മെഡിക്കൽ റെക്കോർഡ്സ് ലൈബ്രറിയൻ തസ്തികയിൽ താൽക്കാലിക ഒഴിവ് വന്നിട്ടുണ്ട്. യോഗ്യത +2 അല്ലെങ്കിൽ തത്തുല്യമാണ്. കൂടാതെ കുറഞ്ഞത് 6 മാസക്കാലത്തെ MRT കോഴ്സ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേരള ആരോഗ്യ സർവകലാശാലയ്ക്ക് കീഴിലുള്ള അംഗീകൃത സ്ഥാപനത്തിൽ നിന്നുള്ള മെഡിക്കൽ റെക്കോർഡ് ലൈബ്രറിയൻ കോഴ്സ് അല്ലെങ്കിൽ തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നിന്നുള്ള മെഡിക്കൽ റെക്കോർഡ് സയൻസിലുള്ള ഡിപ്ലോമയാണ്. പ്രായപരിധി 41 വയസ്സ് വരെയാണ്. നിശ്ചിത യോഗ്യതയുള്ള താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ എല്ലാ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ മെയ് 20-നകം പേര് രജിസ്റ്റർ ചെയ്യണം. അടുത്തത് എറണാകുളം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. സ്റ്റേറ്റ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ലിമിറ്റഡിൻ്റെ എറണാകുളം ജില്ലയിൽ പ്രവർത്തിക്കുന്ന നീതി മെഡിക്കൽ വെയർഹൗസിലേക്കും നീതി മെഡിക്കൽ സ്റ്റോറുകളിലേക്കും ഫാർമസിസ്റ്റുകളെ ആവശ്യമുണ്ട്. D.Pharm, B.Pharm ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. വോക്ക് ഇൻ ഇൻ്റർവ്യൂവിൻ്റെ തീയതി അപേക്ഷ ലഭിക്കുന്ന മുറയ്ക്കാണ് ഉണ്ടായിരിക്കുക. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം റീജിയണൽ മാനേജർ, കൺസ്യൂമർ ഫെഡ്, ഗാന്ധിനഗർ, കൊച്ചി 682020. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് എറണാകുളം ജില്ലയിൽ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ മുനമ്പം ഓഫീസിന് കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് കുറഞ്ഞത് IT സിവിൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപേക്ഷകൾ വെള്ളക്കടലാസിൽ തയ്യാറാക്കി പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് രജിസ്റ്റർ നമ്പർ, മേൽവിലാസം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം മെയ് 22-ന് രാവിലെ 11 മണിക്ക് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എറണാകുളം ഡിവിഷൻ മുനമ്പം മുമ്പാകെ കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. അടുത്തത് തിരുവനന്തപുരം ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. തിരുവനന്തപുരം ജില്ലയിൽ ഈ വർഷത്തെ ട്രോളിംഗ് നിരോധന കാലയളവിൽ ജൂൺ 1 മുതൽ ജൂലൈ 31 വരെ വിഴിഞ്ഞം, മുതലപ്പുഴി എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഫിഷറീസ് വകുപ്പ് വാടകയ്ക്ക് എടുക്കുന്ന റെസ്ക്യൂ ബോട്ടുകളിലേക്കും വള്ളങ്ങളിലേക്കും 8 ലൈഫ് ഗാർഡുമാരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. രജിസ്റ്റേർഡ് മത്സ്യത്തൊഴിലാളികളും ഗോവ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വാട്ടർ സ്പോർട്സ് പരിശീലനം പൂർത്തിയാക്കിയവരും 20 വയസ്സിനും 45 വയസ്സിനും മധ്യേ പ്രായമുള്ളവരും ഏതു പ്രതികൂല കാലാവസ്ഥയിലും കടലിൽ പോകാൻ ക്ഷമതയുമുള്ളവരുമായവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. കടൽ രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. കൂടാതെ സീ റെസ്ക്യൂ സ്ക്വാഡിൽ ലൈഫ് ഗാർഡായി ജോലി നോക്കിയിട്ടുള്ള പ്രവൃത്തി പരിചയം. തിരുവനന്തപുരം ജില്ലയിലെ താമസക്കാർ, 2018 പ്രളയ രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തവർ എന്നിവർക്കും മുൻഗണന ഉണ്ടായിരിക്കുന്നതാണ്. താല്പര്യമുള്ളവർ മെയ് 18-ന് ഉച്ചയ്ക്ക് 3 മണിക്കകം നിങ്ങളുടെ ബയോഡേറ്റ, തിരിച്ചറിയൽ കാർഡിൻ്റെ പകർപ്പ്, മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബുക്ക്, യോഗ്യത, മുൻപരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകൾ സഹിതം വിഴിഞ്ഞം ഫിഷറീസ് സ്റ്റേഷൻ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ അപേക്ഷ സമർപ്പിക്കണം. അന്നേ ദിവസം 3 മണി മുതലാണ് അഭിമുഖം ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.